2025 ഡിസംബർ 7-നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡെലഗേറ്റേഴ്സ് നൈജീരിയ സന്ദർശിച്ചത്. നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ ആഭ്യന്തര കലാപമാണോ അതോ ക്രൈസ്തവ വംശഹത്യയാണോ എന്ന് അന്വേഷിക്കുകയായിരുന്നു പ്രഥമ ലക്ഷ്യം. കോൺഗ്രസ് അംഗമായ റൈലി മൂർ നേതൃസ്ഥാനം വഹിച്ച 5-അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. നൈജീരിയയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വംശഹത്യയാണെന്ന് സന്ദർശനം വഴി ബോധ്യപ്പെട്ട 5-അംഗ സംഘം നിരീക്ഷിച്ചു. കൂടുതലും വംശഹത്യകൾ നടന്ന ബെന്യു സംസ്ഥാനത്താണ് US സംഘം എത്തിച്ചേർന്നത്. മാത്രമല്ല മറ്റു കലാപബാധിത പ്രദേശങ്ങളും ഇവർ സന്ദർശിച്ചിരുന്നു. നൈജീരിയയിലെ ആക്രമണത്തിലെ അതിജീവിതർ, ക്രൈസ്തവ നേതാക്കൾ, ഭരണാധികാരികൾ, സമൂഹങ്ങൾ എന്നിവരുമായാണ് 5-അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഫോക്സ് ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ നൈജീരിയ സന്ദർശനം തന്റെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അനുഭവമായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഗർഭിണിയായിരിക്കുമ്പോൾ തന്റെ 5 മക്കളും കൺമുൻപിൽ കൊലയാളികളുടെ കൈയാൽ ദാരുണമായി കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്ന യുവതിയെ അന്വേഷണ സംഘം പ്രത്യേകം കണ്ടിരുന്നു. ഗർഭത്തിലുള്ള ശിശുവിനെ വെട്ടിമുറിച്ച് കൊലപ്പെടുത്തിയ സംഭവവും തന്റെ കൺമുൻപിലിട്ട് തന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും കൊല്ലുന്ന കാഴ്ച കണ്ട് ചങ്ക് തകർന്ന പിതാവിനെയും US ഡെലിഗേഷൻ സംഘം കണ്ടിരുന്നു. നൈജീരിയയിലെ ബെന്യു സംസ്ഥാനത്ത് മാത്രം ഏകദേശം 6 ലക്ഷം ക്രൈസ്തവരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നത്. സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ കവചിത വാഹനങ്ങളിലാണ് സംഘം യാത്ര നടത്തിയത്. കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ് സഭാധ്യക്ഷന്മാരെയും മെത്രാൻമാർ, പ്രാദേശിക അധികാരികൾ എന്നിവരെയും സന്ദർശനത്തിൽ സംഘം കണ്ടിരുന്നു. അതേസമയം നൈജീരിയയിലെ കൂട്ടക്കൊലകൾ വംശഹത്യകളല്ലെന്നും അത് കാലാവസ്ഥ വ്യതിയാനവും ഭൂമി തർക്കവും മൂലമുണ്ടാകുന്ന ആഭ്യന്തര കലാപമാണെന്നും വ്യാജവാർത്ത പുറത്തുവിടുന്നവരെ വിമർശിച്ചും നിരാകരിച്ചും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് IDP ക്യാമ്പുകളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്ന് മറ്റുള്ളവർ ആക്രമണവും കൊലപാതകവും നടത്തിയിട്ട് അള്ളാഹു അക്ബർ എന്നുള്ള ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് എന്ന് ചോദ്യം ചെയ്തിരുന്നു. കാര്യം ഇതിൽ തന്നെ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവരെ ബെന്യു സംസ്ഥാനത്ത് നിന്ന് നിശേഷം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രൈസ്തവ ഉന്മൂലനങ്ങൾ നൈജീരിയയിൽ നടക്കുന്നതെന്ന് റൈലി മൂർ വെളിപ്പെടുത്തി. അതേസമയം 2025 ഒക്ടോബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയിൽ നടക്കുന്നത് ക്രൈസ്തവ വംശഹത്യയാണെന്ന് തെളിവ് സഹിതം ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടും അത് വെറുമൊരു ആഭ്യന്തര കലാപം എന്ന രീതിയിൽ നിരാകരിക്കുകയത്രേ നൈജീരിയൻ ഭരണകർത്താക്കൾ ചെയ്തത്.